കുടുംബം അത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു. പ്രത്യേകിച്ച് ലോറിക്കാരുടെ ഒരു താവളമായിരുന്നു. ആ സ്ഥലത്തിന്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ നേർചിത്രമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ആ ടവറൊക്കെ അവിടെ പതിച്ച ടവറൊക്കെ ഇപ്പോഴും അതേപടി അവിടെ കിടക്കുകയാണ്. അത് ഒരു പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ നല്ലൊരു മഴ വന്നാൽ അത് റോഡിലേക്ക് പതിക്കാം. റോഡും അതും തമ്മിൽ അത്രത്തോളം വ്യത്യാസമില്ല. ഇപ്പോൾ നമുക്കൊരു ലോറി ദൃശ്യങ്ങളിൽ ഒരു ലോറി പോകുന്നതാണ്. ആ മണ്ണ് ഇടിഞ്ഞ ഭാഗവും ലോറിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അതിൽ നിന്ന് തന്നെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ ഒരുപാട് വാഹനങ്ങളാണ് ഗോവയിലേക്കൊക്കെ കേരളത്തിൽ നിന്നവർക്ക് ഒരുപാട് സന്ദർശകർ വാഹനം ഉപയോഗിച്ച് പോകുന്ന വഴിയാണ്. ആ പ്രധാനപ്പെട്ട ദേശീയപാതയാണിത്. ഇവിടെ ആകെ ഇപ്പോൾ ഇവർ ചെയ്തത് അവിടെ കുറച്ച് ബാരിക്കേഡ് സ്ഥാപിച്ച് ഇവിടെ മുന്നറിയിപ്പ് ഒരു ബോർഡ് വെച്ച് ഈ ഭാഗങ്ങളിലേക്ക് ഇവിടെ ഈ ഇപ്പോഴുള്ള പ്രദേശത്ത് നിൽക്കുകയോ ഇവിടെ നിന്നും ദൃശ്യങ്ങൾ പകർത്താനോ മറ്റോ നിർത്തുകയോ ചെയ്യരുത് എന്ന ഒരു ബോർഡ് സ്ഥാപിച്ചതിനപ്പുറം ഈ ദേശീയപാത അതോറിറ്റി മറ്റൊരു പ്രവൃത്തികളും ഇവിടെ ചെയ്തിട്ടില്ല എന്നതാണ് അതിലേറ്റവും ഗൌരവം വർദ്ധിപ്പിക്കുന്നത്. ഇതുപോലെ ഈ കൊങ്കൺ മേഖലയിൽ പലയിടങ്ങളിലും വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. നേരത്തെ ഈ അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ച 6 വരി പാതയൊക്കെ ഇപ്പോൾ 2 വരി പാതയായി ചുരുങ്ങിയിരിക്കുന്നു. അതൊക്കെ അവർ ബ്ലോക്ക് ചെയ്ത് ആ രീതിയിൽ 2 വരി പാതയിൽ മാത്രം കടത്തിവിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം മുതൽ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ച ആ കുന്നിൻ ഇടിച്ചിലുണ്ടായ ആ ഭാഗം വരെ ഒരു വീതി ഉണ്ടായിരുന്ന റോഡാണിത്. ഈ റോഡിന്റെ ഒരു ഭാഗം മുഴുവനുമായി ഇത്തരത്തിൽ തകർന്നു പോയിരിക്കുന്നു. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലമൊക്കെ ദേശീയപാതയിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാതയായിരുന്നു. അവിടെയൊക്കെ ആ റോഡ് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. നമ്മൾ തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തിയപ്പോൾ ഈ ഭാഗത്തേക്ക് നമുക്ക് നടന്നു പോലും വരാൻ കഴിയാത്ത രീതിയിൽ വലിയ തോതിൽ മണ്ണും ചെളിയും ഒക്കെ വലിയ ഭീകരാവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വെള്ളം മുകളിൽ നിന്നും കുത്തിയൊലിക്കുന്ന സാഹചര്യം ഉണ്ട്. ഇതിന് കുറച്ച് മാറി അപ്പുറത്തായി ഈ മലയിൽ നിന്നും ഇപ്പോഴും ആ വെള്ളം നീരുറവ ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാം. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണില്ല, കുറച്ച് അല്പം ദൂരമായാണ് അതുള്ളത്. ഇത് ഒരു 2-3 കിലോമീറ്ററോളം ദൂരത്തിൽ ഇതേ അവസ്ഥയാണ് ഈ NH66 എന്നതാണ്. ഇതിന് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടി വരും. ഇനിയെങ്കിലും ഇത്തരം അപകടം ഉണ്ടാകുമ്പോൾ അത് മറ്റൊരു അപകടം അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്ത പുറത്ത് നമുക്ക് കേൾക്കാൻ ചെയ്യാത്ത രീതിയിൽ അത് പൂർണ്ണമായും അതിന് ഇടപെടണമെന്ന ഒരു ആവശ്യം ഉയരുന്നുണ്ട്. അത് ലോറിക്കാരുമൊക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ജീവൻ പണയം വെച്ചാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഒരുപക്ഷെ ഈ സ്കൂളുകളിൽ നിന്നുമൊക്കെ ടൂറൊക്കെ പോകുന്ന വാഹനങ്ങൾ ഒരുപാട് കുഞ്ഞു കുട്ടികളൊക്കെ കൊണ്ട് ഇതുവഴിയൊക്കെ പോകുന്നത് നമ്മൾ ഈ സമയങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത്രയും അപകടകരമായ ഒരു സാഹചര്യത്തിൽ ഈ കുന്ന് ഇത്രത്തോളം അപകടകരമായി നിൽക്കുന്ന സാഹചര്യത്തിലൂടെയാണ് ഇതിൽ കടന്നു പോകുന്നത്. ഈ പുഴ വളരെ സുന്ദരമായൊരു പുഴയായിരുന്നു. ഈ ലോറിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയായിരുന്നു. ഇവിടെ പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ അവർക്ക് നിറവേറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വിശ്രമിക്കാൻ സാധിക്കും. ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ചായക്കടയിൽ ചായ രാവിലെ കുടിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിന്നും ഇത്തരത്തിൽ ലോറിക്കാരൊക്കെ യാത്ര തുടരുക. ആ കുടുംബം അവരെ അത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു. അതുപോലെ അർജുനും അത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു. ഈ സ്ഥലത്ത് ലക്ഷ്മണന്റെ ചായക്കടയിൽ താൻ വിശ്രമിക്കുകയാണെന്നാണ് ഏറ്റവും അവസാനമായി അവരുടെ വീട്ടിലേക്ക് ഇത്തരത്തിൽ അർജുൻ ഫോണിലൂടെ സംസാരിച്ചിരുന്നത്. അർജുൻ ഈ ലോറി ക്യാബിന്റെ അകത്ത് ഉറക്കം കഴിഞ്ഞാൽ അവർ എന്തായാലും വീട്ടിലേക്ക് വിളിക്കാറുണ്ട്, എന്നിട്ട് മാത്രമേ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ എന്നാണ് കുടുംബം പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ക്യാബിനകത്ത് തന്നെ അർജുൻ ഉണ്ടാകും. അപകടം സമയത്ത് ഉറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായതും ആ ലോറി ഉൾപ്പെടെ ഈ പുഴയിലേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും 2 മാസമായിട്ടും അർജുനെ കുറിച്ചോ അർജുന്റെ വാഹനത്തെക്കുറിച്ചോ കാണാതായ മറ്റ് കന്നഡിഗരായ 2 പേരെ കുറിച്ചോ ഒരു വിവരവുമില്ല എന്നാണ് അതിൽ ഏറ്റവും ഗൌരവം വർദ്ധിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഇത്രയും വലിയൊരു ലോറി ഭാരത് ബെൻസിന്റെ 15 ടൺ ഭാരമുള്ള വലിയ മരലോടുള്ള ആ വാഹനം അതിന്റെ ഒരു ഭാഗം പോലും പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ലോറിയുള്ള സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിനപ്പുറം ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചത് ആ ലോറി പുറത്തേക്ക് എടുക്കാൻ കഴിയും എന്ന് തന്നെയാണ്. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കി അത് അർജുന്റെ ലോറിയുടേതല്ല എന്ന വിവരം 6 മണിയോടുകൂടി നമുക്ക് ലഭിക്കുന്നതാണ്. ഏതായാലും ഇന്നലെ നടത്തിയ ഈശ്വർ മൽപ്പ നടത്തിയ പ്രവൃത്തി അത് എന്തായാലും അത്ര പെട്ടെന്ന് അത്ര വളരെ വേഗത്തിൽ ഇത്തരത്തിൽ ഈ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് എത്തിയും ആ വാഹനങ്ങൾ ഇന്നലെ തന്നെ പുറത്തേക്ക് എത്തിക്കാനും കഴിഞ്ഞു. ഏതായാലും ഇന്ന് ഈ വാഹനം കൃത്യമായി മണ്ണ് നീക്കി കണ്ടെത്തിയാൽ അത് പുറത്തേക്ക് എത്തിക്കാനുള്ള വളരെ പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാലും ഇന്ന് നിർണായക ദിവസം എന്ന് പറയേണ്ടി വരും. ഇനി 8 മണിക്കോടുകൂടി എനിക്ക് പിറകിൽ കാണുന്ന ആ ഡ്രഡ്ജർ പ്രവർത്തിച്ചു തുടങ്ങും. ഒപ്പം ഈശ്വർ മൽപ്പയും ഏത് സമയത്തും ഇവിടെ എത്തും. അദ്ദേഹം പറഞ്ഞത് 8 മണിയോട്
കൂടി എത്തുമെന്നാണ്. ഇന്നലെ 6 മണിക്കാണ് അദ്ദേഹം എത്തിയത്. ഇന്നലെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു. കാരണം 6 മണിക്ക് അദ്ദേഹം എത്തി. ഇന്നലെ ആഹാരം പോലും കഴിക്കാതെ വൈകിട്ട് 6 മണിവരെ തുടർച്ചയായി തെരച്ചിലായിരുന്നു. അത് തനിച്ചായിരുന്നു അദ്ദേഹം തെരച്ചിൽ നടത്തിയത്. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അനുമതി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. പക്ഷേ കുടുംബത്തിന് നൽകിയ ആ ഉറപ്പ് അത് പാലിക്കാൻ വേണ്ടി താൻ ഇവിടെ എത്തി. അത് താൻ ഇനിയും ചെയ്യും. 10 ദിവസമായാലും ആ 10 ദിവസവും താൻ ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഏതായാലും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം പകരുന്ന കാര്യം തന്നെയാണ്. അപ്പോഴും കുടുംബം ആവശ്യപ്പെടുന്നത് ഈ ഡ്രഡ്ജർ 1 കോടിയോളം രൂപ വാടക നൽകി കൊണ്ടുവന്ന ഡ്രഡ്ജർ ഈ ആഴങ്ങളിലേക്കുള്ള മുങ്ങൽ വിദഗ്ധരുടെ പരിശോധനയ്ക്ക് വേണ്ടി നിർത്തിയിടരുത് എന്നൊരു ആവശ്യമാണ് അവർ പറഞ്ഞത്. ഡ്രഡ്ജർ അത് കൃത്യമായ കണ്ടെത്തിയ സ്ഥലത്ത് അവിടെ മണ്ണെടുക്കുന്ന ജോലിയുമായി മുന്നോട്ട് പോകണം. അതേസമയത്ത് തന്നെ ഈ മുങ്ങൽ വിദഗ്ധർ അവരുടെ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. ഏതായാലും ഈ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ ഒരുപാട് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഉണ്ടോ എന്ന ഒരു സംശയമാണ് അല്ലെങ്കിൽ ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. ഇന്നലത്തെ ആ തെരച്ചിലോടുകൂടി ഇനി ഏതൊക്കെ വാഹനം ഇതിൽ അപകടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും ജില്ലാ ഭരണകൂടത്തിന്റെ കണക്ക് പ്രകാരം അത്തരത്തിൽ ഒരുപാട് വാഹനങ്ങൾ ഒന്നുമില്ല. 11 പേരെ മാത്രമാണ് കാണാതായത്. അതിൽ 8 പേരുടെ മൃതദേഹം ലഭിച്ചു എന്ന ഒരു വിവരമാണുള്ളത്. ഇനി ഏതായാലും ഇന്ന് നടത്തുന്ന തെരച്ചിൽ ഏതൊക്കെ വസ്തുക്കൾ കിട്ടുമെന്നതും വലിയ നിർണായകമായ കാര്യം തന്നെയാണ്. ഏതായാലും ഈശ്വർ മൽപ്പ ആദ്യം അദ്ദേഹം തെരച്ചിൽ നടത്തും. കൂടുതൽ ആഴങ്ങളിലേക്ക് പോയി കൂടുതൽ മേഖലകളിലേക്ക് പോയുള്ള പരിശോധന നടത്തും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും KV ബൈജു ആണ് വിവരങ്ങൾ നൽകുന്നത്. ബൈജു, എന്താ